സണ്ണിക്കുട്ടി ഇബ്രഹാം നേരത്തെ പി കൃഷ്ണദാസ് സൂചിപ്പിച്ചതിൽ ഒരു ഭാഗം ഇതാണ്. പലപ്പോഴും ചാഞ്ചാട്ടമുള്ള ആശയങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത്, അഥവാ ചാഞ്ചാടിയിരുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നത്. നേരത്തെ BJP-യുടെ ഭാഗമായിരുന്നവർ പോലും ഇന്ത്യ മുന്നണിയിൽ എത്തുമ്പോൾ സ്ഥായിയായ ആശയങ്ങളോ ഒരടിത്തറയോ പലപ്പോഴും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് മഹാവികാസ് അഘാഡിയിൽ നിന്ന് NCP ഇറങ്ങിപ്പോയത്? അവിടെ സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയത്. അവിടെ ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിലുള്ള ഒരു നേതാവ് എക്സിൽ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രം പങ്കുവച്ചു. അത് മഹാവികാസ് അഘാഡിയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തോട് സമാജ്വാദി പാർട്ടി വിയോജിച്ചു. മഹാവികാസ് അഘാഡിയിലും സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരിക്കലും ചേരാത്ത സഖ്യകക്ഷികളായി നിൽക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ അവിടെ ഇന്ത്യ മുന്നണി ഇല്ല എങ്കിൽ പോലും CPM-ഉം കോൺഗ്രസും പരസ്പരം വൈരികളായി നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ CBI വരാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സാണ് കേരളത്തിൽ. തിരിച്ച് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പിണറായി വിജയനാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസതന്ത്രവും ഇല്ലാത്തവർ ഒരുമിച്ച് വന്നതാണോ ഇന്ത്യ മുന്നണിയിലെ ഈ വിള്ളലിൻ്റെ കാര്യം, അഥവാ വിള്ളൽ സ്വാഭാവികമാണോ എന്നതാണ്? അതിനു മുമ്പായിട്ട് BJP-യിലെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് അദാനി വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് അതൊരു അടിയന്തര പ്രമേയ രൂപത്തിൽ വന്നതാണ്. അതിന് അനുമതി കൊടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് സ്പീക്കറോ അല്ലെങ്കിൽ രാജ്യസഭയിൽ ചെയർമാനോ ആണെന്നാണ്. സംഗതി സാങ്കേതികമായിട്ട് ശരിയാണ്. പക്ഷേ സഭാ നേതാവിന്റെ, അതായത് ലോക്സഭയിൽ പ്രധാനമന്ത്രി, ആ സഭാ നേതാവിന്റെ ഇംഗിതമനുസരിച്ചിട്ടാണ് ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാനോ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനമല്ല. എന്താണ് അടിയന്തര പ്രമേയം? രാജ്യം അല്ലെങ്കിൽ നിയമസഭയിലാണെങ്കിൽ സ്റ്റേറ്റ് നേരിടുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയം സഭ നിർത്തിവെച്ചു ചർച്ച ചെയ്യണമെന്നുള്ളത് അടിയന്തര പ്രമേയത്തിന്റെ ഉദ്ദേശം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അദാനി വരുന്നു, സംഭാര് വരുന്നു, എന്തുകൊണ്ട് അതൊന്നും ചർച്ച ചെയ്യുന്നില്ല? അത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ ഉയരാൻ പാടില്ല, അവരെ അവിടെ അടിച്ചമർത്തണം. അതാണ് BJP കഴിഞ്ഞ 10 വർഷം 2 ടേമിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അരുൺ അറിയാമോ, ഇപ്പോൾ നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ പോലും ഇല്ല ലോക്സഭയിൽ. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നില്ല. കീഴ്വഴക്കമനുസരിച്ച് അത് കോൺഗ്രസിന് കൊടുക്കണം. കോൺഗ്രസിന് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും കൊടുക്കാൻ അനുവദിക്കാത്ത ഭരണകക്ഷി. പിന്നെ താങ്കൾ ചോദിച്ച ഐക്യരൂപമില്ലാത്ത പാർട്ടികൾ, ശരിയാണത്, യാതൊരു സംശയവുമില്ല. ഇതെല്ലാം ഒരു കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നേ. അപ്പൊ ഈ ഇന്ത്യ സഖ്യത്തെ നമ്മൾ നോക്കിയാൽ NCP അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, ഈ 2 കക്ഷികൾ ഒഴികെയല്ല മറ്റെല്ലാ കക്ഷികളും നമ്മുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ, സ്വാതന്ത്ര്യം മുതലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ 47 മുതലുള്ള ചരിത്രം നോക്കിയാൽ എല്ലാ കാലത്തും കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കണ്ടിരുന്ന പാർട്ടികളാണ്. അപ്പൊ അവർക്ക് പലപ്പോഴും ഇഷ്യൂ ബേസ്ഡ് ആവാം, പക്ഷെ പലപ്പോഴും കോൺഗ്രസിനെ അംഗീകരിക്കാൻ, കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ. ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ ശക്തമായ ഇന്റേണൽ ഒരു വിഭാഗീയതയെ നേരിടുകയാണ്. അവരുടെ മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തെറ്റിനിക്കുക. ഞാൻ ഡൽഹിയിൽ നിന്ന് കിട്ടിയൊരു വിവരം ശരിയാണോ എന്ന് എനിക്കറിയില്ല. മറ്റൊരാളുടെ പേരിൽ അഭിഷേക് ബാനർജി ഒരു പാർട്ടിയുടെ പേര് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ശ്രദ്ധിച്ചോ, ഇപ്പോൾ BJP-യുമായിട്ടുള്ള മമതയുടെ ബന്ധം മാറിയത് അരുൺ ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ് മമതയുടെ വലിയ പിന്നെ ഇതായിട്ട് പറയുന്നത്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ ജയിച്ചു. അതിന് തൊട്ട് തലേന്ന് നമ്മുടെ ആനന്ദ ബോസ് ഗവർണർ എന്താ പറഞ്ഞത്? സിറ്റുവേഷൻ ഇൻ ബംഗാൾ ഈസ് വെരി ബാഡ്. തലേ ദിവസം പറഞ്ഞത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് 7 സീറ്റ് കിട്ടി. അവിടെ BJP-യും TMC-യും തമ്മിലുള്ള രസതന്ത്രത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചിമ ബംഗാളിന് ഡ്യൂ ആയിരുന്ന ഒത്തിരി ഫണ്ടുകൾ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ വിഷയത്തിൽ വരുന്നതാണോ എന്ന് സംശയമുണ്ടെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി താങ്കൾ ശ്രദ്ധിച്ചായിരുന്നോ? പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതി അതിനേതാണ്ട് അനുമതിയാകുക ജലകമ്മീഷൻ. ഞാനൊന്ന് പറയട്ടെ, ഈ 17-ാം തീയതി വരുന്ന ജലവിഭവ കൗൺസിൽ അത് ചർച്ച ചെയ്യുക. അതൊരു ഒന്നാം തരം ഒരു ബൈറ്റാണ്, ഒരു ഇര, ചൂണ്ടയിൽ ഒരു ഇരയാണ് തമിഴ്നാടിന് ഇട്ടുകൊടുക്കുന്നത്. ചെറിയ കാര്യമല്ല. 63.4 കോടി ക്യൂബിക് മീറ്റർ വെള്ളം, 61,400 ഏക്കർ സ്ഥലത്ത് കൃഷി, കുടിവെള്ളം,
ഇതുണ്ടാകാൻ പോവാ. കേരളത്തിൽ 2 ഡാമുകൾ ഉണ്ടാക്കിയിട്ടത് വൈപ്പാറിലേക്ക് തിരിച്ചുവിടുക. അത് ഒന്നാം തരം ഒരു ബൈറ്റാണത്. നാളെ DMK അവര് ഇപ്പോ വാസ്തവത്തിൽ BJPയുടെ ഇലക്ഷൻ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ഒന്നും ഒട്ടും ചെറുതാക്കി കാണില്ല. അവര് SPIയോ ADUവിനെയോ അല്ലെങ്കിൽ TDPയോ ഒരു വലിയ ആയുഷ്കാല സഖ്യകക്ഷി ആകുന്നത് പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ നാളെ പുതിയ സഖ്യകക്ഷികളിലേക്ക് പോകണം. DMK നേരത്തെ BJPയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാ. ഇപ്പൊ അവര് ഫാസിസ്റ്റ് വിരുദ്ധം BJP വിരുദ്ധം പറയുമെങ്കിലും DMK-യെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന്റെ താല്പര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം, കുടിവെള്ളം, കൃഷിക്കുള്ള വെള്ളം, അതായത് ഒന്നാം തരം ചൂണ്ടയിലൊരു ഇരകുത്തി ഇട്ടിരിക്കുകയാണ്. ഒരു മുന്നണിയിൽ എങ്ങനെ വിള്ളലുണ്ടാക്കണം എന്നുള്ളതിൽ ഗവേഷണം ചെയ്ത രാഷ്ട്രീയ തന്ത്രജ്ഞതയുണ്ട് BJPക്ക് എന്നുള്ളത് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. Debate with Dr. Arun Kumar.